അസ്സലാമു അലൈക്കും. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക, സഫ് ചെയ്യാത്തൊരു സഫ് ചെയ്യുക. സനു ഇന്നലെ വൈകിട്ട് ലൈവിൽ പറഞ്ഞല്ലോ, ഇനി ഞാൻ ആരുടെയും വീഡിയോ ചെയ്യില്ല, ഞാൻ ഇനി ആരെയും ഒന്നും പറയത്തില്ല, ഞാൻ ജീവിക്കാൻ പോവാന്ന്. നീ തന്തയ്ക്ക് പറഞ്ഞവളല്ലെന്ന് മനസ്സിലാകുക. ഒത്തിരി ദിവസം കൊണ്ടേ അറിയാം. വന്നിരുന്ന് പറയുന്നതല്ല, പിന്നെ വന്നിരുന്ന് ചെയ്യുന്ന ആ ഗൾഫിൽ കിടക്കുന്ന ആ സ്ത്രീയുടെ മോളെ നീ എന്തൊക്കെ ആക്ഷേപമാടി പറയുന്ന? നിൻ്റെ മോളെ നീ അനുശേഷം കൊടുത്ത് കൂട്ടിക്കൊടുക്കൂടി? എടി പന്ന സ്ത്രീയെ, നാണവും മാനവും ഇല്ലാത്ത അറിവാണിച്ചി. ആ കുഞ്ഞുങ്ങളെ എന്തിനാടി പറയുന്നത്? തള്ളന്മാർ പറയുന്നെങ്കിൽ തള്ളന്മാരെ പറയണം, അല്ലാതെ പെൺകുഞ്ഞുങ്ങളെ പറയാം. നിൻ്റെ മോളെ കണക്കല്ലേടിയാ ബാക്കിയുള്ള കുഞ്ഞുങ്ങളും പഠിക്കുന്നത്? നാണമില്ലാത്തവളെ. ഒരു സുനിത കാസിമി ഇരുന്ന് പറയുന്നത് കേട്ട്, തനൂജയുടെ വോയിസ് എങ്ങാണ്ട് കാമിറ ഇറക്കിയപ്പം തനൂജായെ തീർക്കുമെന്ന്. ഇനി ഒരേ വോയിസ് എത്ര ചുറ്റുവട്ടത്തെ ആൾക്കാരുണ്ടെങ്കിലും ഞാൻ തനൂജായെ തീർക്കുമെന്ന്. അവൾ ഗുണ്ടായുസമുള്ളവളാണെന്നറിയാം തനൂജ. അതുകൊണ്ട് തനൂജ നല്ല കണക്ക് ശ്രദ്ധിച്ചിരുന്നോളാം. അല്ലെങ്കിൽ നിയമപരമായി തനൂജ കൊണ്ടുപോയി ഒരു പേപ്പർ കൊടുക്കുക സുനിത കാസിമിൻ്റെ പേർക്ക്. മനസ്സിലായല്ലോ? ചെയ്യുമെങ്കിൽ അത് ചെയ്യുക. ഇവളെയൊക്കെ പേടിക്കുക. ഇവളൊക്കെ ഗുണ്ടാ ലിസ്റ്റിലുള്ളവളുമാരാ. സനു എന്ന് പറയുന്നവളാണെങ്കിൽ ആര് കാശ് കൊടുത്താലും ആര് വേണമെങ്കിലും ഇരുന്ന് അപരാധിക്കും. നാണമില്ലാത്തവൾ വന്നിരുന്ന് പെൺകുഞ്ഞുങ്ങളെ എന്തൊക്കെയാണ് പറയുന്നത്? അതുകൊണ്ടെന്ത്? നീ പറയുന്നത് നിൻ്റെ കുഞ്ഞിൽ നീ അനുഭവിക്കും. നീ കണ്ടോ? നീ ബാക്കിയുള്ള പെൺമക്കളെ പറയാം. എന്നിട്ട് നീ പറയാൻ നീ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം. നീ അത് കട്ട് ചെയ്ത് വിട്ടതിന് ബാക്കിയുള്ളവർക്ക് എന്ത്? എത്രയോ പേരെ കയ്യിൽ നിൻ്റെ സ്ക്രീൻഷോട്ടുണ്ട്. നീ വിജിരാജിനെയും തനൂജയുടെ മോളെയും കൂട്ടി വാഴിച്ചില്ലേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയുന്നത് കൂട്ടിവാഴ്പ്പെന്നാ പറഞ്ഞില്ലേ? അമ്മയും മോളെയും വെച്ചും കൊണ്ടിരിക്കുന്ന അവനാന്ന് പറഞ്ഞില്ലേ? പിന്നെ എത്രയും പേര് ആ കുഞ്ഞിൻ്റെ ഡ്രസ്സിങ്ങിന് എല്ലാം നീ പറയുന്നുണ്ടല്ലോ. എന്നിട്ട് നീ വന്നിരുന്നങ്ങ് പൊളിക്കുന്നു. പന്ന നാണമില്ലാത്തവൾ. അന്നേരം നീ തന്തയ്ക്ക് പറഞ്ഞവളല്ലടി സനു. അയ്യേ, കുറച്ചൊക്കെ അങ്ങ് ഒതുങ്ങിക്കൂടെ? എന്നിട്ട് വന്നിട്ട് ഞങ്ങളുടെ കല്യാണമാണ്, ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങാൻ പോവുകയെന്ന്. അങ്ങനെ വിവരമുള്ളവളാണെങ്കിൽ നീ ഇങ്ങനെ വന്നിരുന്ന് കടന്ന് ആക്ഷേപിക്കത്തില്ല. നീയൊക്കെ യൂട്യൂബിനകത്ത് വന്നിരുന്നല്ലേ ആക്ഷേപിക്കൂ, അല്ലാതെ നേരിട്ടങ്ങ് ചെന്ന് തീർക്കുക. അങ്ങനെയാണ് പെണ്ണാന്ന് പറയുന്നവൾ ചെയ്യേണ്ടത്. അല്ലാതെ വന്നിരുന്ന് യൂട്യൂബിനകത്ത് സോഷ്യൽ മീഡിയയിൽ കാണിച്ചിട്ട് എന്തുവാടി കാര്യം? പരനാറിച്ചി. അവൾ വന്നിരുന്ന് കുഞ്ഞുങ്ങളെ മൊത്തവും പറയുന്നത്. എന്നിട്ട് അവൾ പറഞ്ഞില്ല എന്നാണ് പറയുന്നത്. അതിനെന്ത്? നിൻ്റെ വായിന്ന് കുണ്ടളപ്പുഴു വരും ഇങ്ങനെ കുഞ്ഞുങ്ങളെ ആക്ഷേപിക്കുന്നില്ലേ. അതുപോലെങ്കിൽ നിൻ്റെ മുകളിൽ നിന്ന് നീ അനുഭവിക്കും. നീ കണ്ടോ എന്ന് പറഞ്ഞാൽ എത്ര തള്ളമാരുടെ ശാപം ഉണ്ടെന്നറിയാവോ നീ ഇങ്ങനെ വന്നിരുന്ന് ആക്ഷേപിക്കുന്നതിൽ? നിൻ്റെ മോൾക്കും അത് ഏക്കും. ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തില്ലെങ്കിലും തള്ള ചെയ്യുന്ന ദ്രോഹം ആ കുഞ്ഞിന് കിട്ടിയിരിക്കും. പണ്ട് ദൂരെയായിരുന്നു, ഇപ്പോൾ ഉടനടിയാണ്. അതുകൊണ്ട് നീ ഓർത്ത് ജീവിക്കാൻ നോക്കൂ സനു. ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തുക.